ഹായ്, എല്ലാവർക്കും മീനു കെ മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏറ്റവും ഭാരം കൂടിയ ലോഹം ഓസ്മിയം. ഏറ്റവും ഭാരം കൂടിയ ലോഹം ഓസ്മിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ സ്വർണം. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ സ്വർണം. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം. സയനൈഡ് പ്രക്രിയയിലൂടെയാണ് സ്വർണം ശുദ്ധീകരിക്കുന്നത്. വെള്ളപ്പൊന്ന എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. മഞ്ഞ നിറത്തിലുള്ള ലോഹം സ്വർണം. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം. ഏറ്റവും നേർത്ത തകിടാക്കാൻ പറ്റിയ ലോഹം സ്വർണം. 1000 ഗ്രാം സ്വർണത്തിൽ ശുദ്ധ സ്വർണം -ഗ്രാം ഉണ്ടായിരിക്കും. 1000 ഗ്രാം സ്വർണത്തിൽ 916 ഗ്രാം ശുദ്ധ സ്വർണമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും നേർത്ത കമ്പികളാക്കുവാൻ പറ്റിയ ലോഹം. നേർത്ത കമ്പികളാക്കാൻ പറ്റിയ ലോഹം സ്വർണം. ശുദ്ധമായ സ്വർണം എത്ര കാരറ്റ് ആണ്? 24 കാരറ്റ്. ശുദ്ധമായ സ്വർണം 24 കാരറ്റ് ആണ്. വെഡ്ഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ്. വെഡ്ഡികളുടെ സ്വർണം അയൺ പൈറൈറ്റ്സ്. ഭക്ഷണം തയ്യാറാക്കാൻ അനുയോജ്യമായ പാത്രം വെള്ളി. ഭക്ഷണം തയ്യാറാക്കാൻ അനുയോജ്യമായ പാത്രം വെള്ളി. വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് സൾഫർ കോമ്പൗണ്ട്. വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് സൾഫർ കോമ്പൗണ്ട്. ഏറ്റവും വില കൂടിയ ലോഹം പ്ലാറ്റിനം. ഏറ്റവും വില കൂടിയ ലോഹം പ്ലാറ്റിനം. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോഹം മെർക്കുറി. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം മെർക്കുറി. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഭാവിയിലെ ലോഹം ടൈറ്റാനിയം. ചന്ദ്രന്റെ ഉപരിതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ചന്ദ്രന്റെ ഉപരിതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക്. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുക്കുന്ന ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ ആവശ്യമായ ലോഹം കാൽസ്യം. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ ആവശ്യമായിട്ടുള്ള ലോഹം കാൽസ്യം. ഗാൽവനൈസിംഗിൽ ഇരുമ്പിന്റെ ലോഹനാശം തടയാൻ ഏത് ലോഹം കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്? അതായത് ഗാൽവനൈസിംഗിൽ ഇരുമ്പിന്റെ ലോഹനാശം തടയാൻ ഏത് ലോഹം കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്? സിങ്ക്. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലവണം ഏത്? സോഡിയം. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലവണം സോഡിയം. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ട് നിർമ്മിക്കുന്നത്? എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ട് നിർമ്മിക്കുന്നത്? ലെഡ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പ്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പറിനെ വേർതിരിച്ചെടുക്കാൻ ഏത് ലോഹമാണ് ഉപയോഗിക്കുന്നത്? ഇരുമ്പ്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പറിനെ വേർതിരിച്ചെടുക്കാൻ ഏത് ലോഹമാണ് ഉപയോഗിക്കുന്നത്? ഇരുമ്പ്. അമാൽഗം നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന പൊതുലോഹം ഏത്? മെർക്കുറി. അമാൽഗം അഥവാ സമ്മിശ്ര ലോഹം നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറി. വൈദ്യുത ഹീറ്ററിലെ കോയിൽ നിർമ്മിക്കുന്നത് ഏതു വസ്തു ഉപയോഗിച്ചാണ്? നിക്രോം. വൈദ്യുത ഹീറ്ററിലെ കോയിൽ നിർമ്മിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ്. പിച്ചള എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ചെമ്പ്, സിങ്ക്. പിച്ചളയിൽ അടങ്ങിയിരിക്കുന്ന ലോഹസങ്കരങ്ങൾ ചെമ്പ്, സിങ്ക്. സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, കാർബൺ.
സ്റ്റീൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, കാർബൺ. നിക്കൽ, അയൺ, ക്രോമിയം എന്നീ ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്ന ലോഹസങ്കരം നിക്രോം. നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത് നിക്കൽ, അയൺ, ക്രോമിയം. ബ്രോസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ചെമ്പ്, സിങ്ക്. ചെമ്പ്, സിങ്ക് എന്നീ 2 ലോഹങ്ങളുടെ സങ്കരമാണ് ബ്രോസ്. കാർബണും ഇരുമ്പും ചേർന്നുണ്ടാകുന്ന വസ്തു ഉരുക്ക്. കാർബണും ഇരുമ്പും ചേർന്നുണ്ടാകുന്ന വസ്തു ഉരുക്ക്. സ്റ്റീൽ ഏതെല്ലാം ലോഹം ചേർന്നതാണ്? ഇരുമ്പ്, കാർബൺ. സോൾഡർ എന്തിൻ്റെയൊക്കെ ലോഹസങ്കരമാണ്? ടിൻ, ലെഡ്. ടിൻ, ലെഡ് മുതലായ ലോഹങ്ങളുടെ സങ്കരമാണ് സോൾഡർ. കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും ലോഹസങ്കരമാണ് ബ്രോൺസ്. ബ്രോൺസിൽ ഉള്ള ലോഹങ്ങളാണ് കോപ്പർ, ടിന്ന്. അലോഹം. താഴെ പറയുന്ന മൂലകങ്ങളിൽ അലോഹം ഏത്? കോബാൾട്ട്. കോബാൾട്ട് ഒരു അലോഹമാണ്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകം ബ്രോമീൻ. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മൂലകം ബ്രോമീൻ. ഹൈഡ്രജൻ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ് ഏത്? ട്രീഷ്യം. ഹൈഡ്രജൻ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പാണ് ട്രീഷ്യം. ഹൈഡ്രജൻ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പാണ് ട്രീഷ്യം. സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. വെള്ളത്തിൽ ഉൾപ്പെടുന്ന ഒരു വാതകം. വെള്ളത്തിൽ ഉൾപ്പെടുന്ന ഒരു വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്. സ്വയം കത്തുന്ന വാതകം അല്ലെങ്കിൽ കത്തുന്ന വാതകം ഹൈഡ്രജൻ. സ്വയം കത്തുന്ന വാതകം അല്ലെങ്കിൽ കത്തുന്ന വാതകം എന്നും ചോദ്യം വരാം. അത് ഹൈഡ്രജൻ ആണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കിയാൽ ഏത് വാതകം ലഭിക്കും? ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത് ഓക്സിജൻ ആണ്. ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. മുങ്ങിക്കപ്പലിൽ ഓക്സിജന്റെ പോരായ്മ നികത്താൻ ഉപയോഗിക്കുന്ന വസ്തു സോഡിയം പെറോക്സൈഡ്. മുങ്ങിക്കപ്പലിൽ ഓക്സിജന്റെ പോരായ്മ നികത്താൻ ഉപയോഗിക്കുന്ന വസ്തു സോഡിയം പെറോക്സൈഡ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോയും ചെയ്യണം. താങ്ക് യു.